മലപ്പുറം കിഴിശ്ശേരിയിലെ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അസം സ്വദേശിയായ യുവാവിനെ ഗുഡ്സ് ഓട്ടോ കയറ്റിക്കൊന്നു. അബ്ദുൽ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം നടത്തിയെന്ന അസം സ്വദേശിയായ ഗുൽജാർ ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെട്ടെന്ന് ഈ തർക്കത്തെ തുടർന്ന് ഇയാളെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇടിച്ചു വീഴ്ത്തിയതിന് ശേഷം വീണ്ടും ഇയാൾ വാഹനം തിരിച്ചെടുത്ത് വീണ്ടും മതിലേറ്റ് കയറി മതിലേറ്റ് ചാരി വീണ്ടും ഇടിക്കുകയും അങ്ങനെ തലയ്ക്ക് പിറകിലേറ്റ വലിയൊരു പരിക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. നമ്മുടെ ജില്ലയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ബോർഡർ പോയിന്റുകളിലും അലേർട്ട് മെസ്സേജും കൊടുത്ത് കൊണ്ടോട്ടി പോലീസിൻ്റെ അവസരോചിതമായ ഒരു ഇടപെടലിൻ്റെയും ഫലമായിട്ട് അരീക്കോട് വാവൂർ എന്ന സ്ഥലത്ത് ഇയാളെ ഈ വാഹനവുമായി നമ്മൾ ബന്ധവസിലെടുക്കുകയായിരുന്നു. വ്യക്തിവൈരാഗ്യവുമായി ബന്ധപ്പെട്ട കാര്യം, മരണം ഉറപ്പാക്കുക എന്ന നിശ്ചയദാർഢ്യത്തോട് നടത്തിയ കൊലപാതകം തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അരുൺ അമർനാഥ് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കും. രാത്രി 10:15 പ്രദേശത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകം നടക്കുന്നത്. കൊണ്ടോട്ടി കിഴിശ്ശേരിയിൽ വെച്ച് ഗുഡ്സ് ഓട്ടോ ഇടിച്ച് യുവാവിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയാണ്. രാത്രി 10:15 കൂടിയാണ് ഈ പ്രതിയായ ഗുൽജാർ ഹുസൈനും മരിച്ച അബ്ദുൽ ഇസ്ലാം എന്ന അസം സ്വദേശികൾ തമ്മിൽ വാക്തർക്കമുണ്ടാകുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നാണ് പോലീസ് അറിയിച്ചത്. അത്തരത്തിൽ വാക്തർക്കത്തിന് പിന്നാലെ ഉണ്ടായ സംഘർഷമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കാണുന്ന ഗുഡ്സ് ഓട്ടോ ഉപയോഗിച്ചാണ് അബ്ദുൽ ഇസ്ലാമിനെ പ്രതിയായ ഗുൽജാർ ഇസ്ലാം ഇടിച്ചു വീഴ്ത്തുന്നത്. ഒരു പ്രാവശ്യം ഇടിച്ചതിന് ശേഷം രണ്ടാമത് റിവേഴ്സ് എടുത്ത് വണ്ടി വീണ്ടും വന്ന് മതിലും ചേർത്തി ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് അറിയിച്ചത്. തർക്കത്തെ തുടർന്ന് ഇയാളെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇടിച്ചു വീഴ്ത്തിയതിന് ശേഷം വീണ്ടും ഇയാൾ വാഹനം തിരിച്ചെടുത്ത് വീണ്ടും മതിലേറ്റ് കയറി മതിലേറ്റ് ചാരി വീണ്ടും ഇടിക്കുകയും അങ്ങനെ തലയ്ക്ക് പിറകിലേറ്റ വലിയൊരു പരിക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പ്രതിയായ ഗുൽജാർ ഹുസൈൻ 20 വർഷത്തോളമായി കൊണ്ടോട്ടിയിൽ ജോലി ചെയ്തു വരികയാണ്. അബ്ദുൽ ഇസ്ലാം 5 വർഷമായി കേരളത്തിൽ ജോലി ചെയ്തു വരികയാണ്. ഇവിടെ എത്തിയതിന് ശേഷമുള്ള പരിചയമാണ് ഇരുവരും തമ്മിലുള്ളത്. മുൻകാല സുഹൃത്തുക്കളല്ല, കുടുംബവുമായാണ് ഇരുവരും ഇവിടെ താമസിച്ച് വരുന്നത് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്ന വിവരം. ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം, അതിനെ തുടർന്നുണ്ടായ സംഘർഷം, അതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി ദൃക്സാക്ഷികൾ പോലീസിനെ വിവരം അറിയിക്കുന്നു. 1 മണിയോടുകൂടി വണ്ടിയുമായി കടന്നു കളഞ്ഞ ഇയാളെ പോലീസിന് പിടികൂടാൻ സാധിച്ചു. ഈ അരീക്കോട് വെച്ചാണ് പോലീസ് ഈ പ്രതിയെ പട്രോളിങ്ങിനിടെ പിടികൂടുന്നത്.